പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിന്റെ പ്രധാന വഴികളിലൂടെ NDAയുടെ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള അവസാനവട്ട പ്രചാരണ റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഹരിത കുങ്കുമ പതാക ഏന്തിക്കൊണ്ടാണ് BJPയുടെ ഈ പരിപാടിയിൽ NDAയുടെ സ്ഥാനാർത്ഥിയുടെ ഈ പരിപാടിയിൽ അണിനിരക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവസാന ഘട്ടത്തിൽ ആവേശം അതിന്റെ വലിയ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ആവേശം തന്നെയാണ് NDA ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തവണ ഏതായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാനത്ത് ഏറ്റവും അധികം ത്രികോണ മത്സരം നടക്കുന്ന, എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലത്തിലേത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന് പ്രധാന കാരണം എന്നുള്ളത് BJPയുടെ സാന്നിധ്യം തന്നെയാണ്. BJP ശക്തമായ സാന്നിധ്യവുമായി ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയാണ് BJP പാലക്കാട് മണ്ഡലത്തിൽ നേടുകയുണ്ടായത്. ഇത്തവണ ഏതായാലും അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. NDAയുടെ ലക്ഷ്യം. C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയിലൂടെ ഇത്തവണ അതിന് സാധിക്കും എന്നുള്ളതാണ് NDA ക്യാമ്പുകളിൽ അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഷഫി പറമ്പിലിനെതിരെ പെട്രോമാൻ E. ശ്രീധരൻ മത്സരിക്കുകയും വലിയ രീതിയിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തുകയും ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി. ഇത്തവണ ഏതായാലും ഈ ഒരു മണ്ഡലത്തിൽ പാലക്കാട് ഉൾപ്പെടുന്ന മലമ്പുഴയിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്നു NDA അല്ലെങ്കിൽ BJP. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ BJP പ്രതീക്ഷിക്കുന്നില്ല, NDA പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. BJP ക്യാമ്പുകളിലൊക്കെ ആവേശം അതിന്റെ വലിയ പാരമ്യത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവസാന ഘട്ടത്തിലും വലിയ കണക്കുകൂട്ടലുകളിലും വിശ്വാസത്തിലുമാണ് NDA ക്യാമ്പുകൾ ഒക്കെ തന്നെയും. സ്ഥാനാർത്ഥിയും വലിയ ആവേശത്തിൽ തന്നെയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം, ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ്? ഇത്തവണത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് വിജയിക്കാൻ കഴിയുന്ന വളരെ വലിയ ഒരു അന്തരീക്ഷമാണ്. സാധാരണക്കാരായ ആളുകള്, വോട്ടർമാർ ഇത്തവണ മോദിയുടെ പ്രതിനിധി പാലക്കാടിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സാഹചര്യമാണ് പാലക്കാടുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്, ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പാലക്കാടിലെ ജനങ്ങൾ ഇപ്പോ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ലഭിക്കുന്നു. ഒരു MP പോലും ഇവിടുന്ന് ജയിക്കാതെ പാലക്കാടിനായിട്ട് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതെല്ലാം അവരുടെ വലിയ മോദിയെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള ചിത്രം തന്നെ മാറിയിട്ടുണ്ട്. അവർ മോദിയെ പാലക്കാടിന്റെ അവരുടെ രക്ഷകനായിട്ട് കരുതുന്നു. മോദി തരംഗം പാലക്കാടും ഒപ്പം കേരളത്തിലാകമാനവും അലയടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് രാജ്യം മുഴുവൻ അലയടിക്കുന്ന മോദി തരംഗം ഇത്തവണ പാലക്കാട് മാഞ്ഞടിക്കും. കേരളത്തിലും ആ തരംഗമുണ്ടാവും. ഇത്തവണ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നിർണായകമാവുക? വോട്ടർമാരുടെ ഉള്ളിൽ വലിയൊരു അനുകൂല ചിന്ത ഉണ്ടെന്ന്. വോട്ടർമാര് പാലക്കാട് വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിൽ കണ്ടതാണ്. ഈ രാജ്യത്തിന്റെ ഓരോ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം ഓരോ രംഗത്തും താഴോട്ട് വരുന്നത് അവർ കാണുന്നുണ്ട്. അപ്പൊ 2 മുന്നണികളുമാണ് കേരളത്തിന്റെ ശാപം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. മോദിയുടെ ഭരണം കേരളത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുക. ഇരട്ട വോട്ടുകൾ, 3 ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കരുതുന്നു. ഈ ഇരട്ട വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇരട്ട വോട്ടുകൾ കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ ഭരണകക്ഷി അവർക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഇരട്ട വോട്ടുകൾ വളരെ ആസൂത്രിതമായിട്ട് ചേർത്ത് വരികയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തടയാൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ മാറി പറയും. സ്ഥാനാർത്ഥി വലിയ വിജയപ്രതീക്ഷയാണ്. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കൂടെ ചേരുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ BJP പാലക്കാട് ജില്ലയിൽ 2 മണ്ഡലമുണ്ട്, ആലത്തൂരുണ്ട്, പാലക്കാടുണ്ട്. എത്രത്തോളം പ്രതീക്ഷയാണ്? വലിയ പ്രതീക്ഷയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്രാവശ്യം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തില്
വലിയ വിജയം നേടാൻ പോവുകയാണ്. കാരണം പാലക്കാട്ടെ ജനങ്ങൾ എല്ലാം കൊണ്ടും രണ്ട് മുന്നണികളെയും മടുത്തിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് താഴെ തട്ടിലുള്ള ജനങ്ങൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇത്തവണ BJP വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. താഴെ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയോട് ജനങ്ങൾ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതിമതത്തിന് അതീതമായിട്ട് പുതിയ ഒരു പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാർട്ടിക്ക് കൃത്യമായ വളക്കൂറുള്ള മണ്ണാണ് എന്നുള്ളത് തന്നെയാണോ ഈ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണം? തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു ബാലികേറ മലയല്ല. വളരെ കൃത്യമായിട്ട് ജനങ്ങൾ ഇത്തവണ തീരുമാനിച്ചിട്ടുണ്ട് BJPക്ക് NDAക്ക് കൃഷ്ണകുമാറിന് ഒരു അവസരം നൽകണമെന്നുള്ളത്.